പിറ്റേ വൈകിട്ട് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു കഴിഞ്ഞു? അപ്പൊ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ട് പോലും മനുഷ്യൻ എന്ത് ചെയ്തു? അവന്റെ സന്തതികളല്ലേ നമ്മള്. ഹലോ. അപ്പൊ അതുകൊണ്ട് നമ്മളിലും എന്തുണ്ട്? എങ്ങനെ ജയിക്കാൻ കഴിയത്തുള്ളൂ? ഓരോ ദിവസവും ദൈവേഷ്ടം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് അവന്റെ വിശുദ്ധിയോട് നമ്മൾ അനുഭവപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് എന്ത് ചെയ്യാണ്? അനുഭവപ്പെടുകയാണ്. അതൊരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ സാധിക്കുന്ന കാര്യമല്ല. ഞാനിപ്പോ ക്ലീൻ ഷേവ് ചെയ്ത് മുടിയും പറ്റ വെട്ടി വെള്ള കൈയുള്ള ഷർട്ട് വിട്ട് വെള്ള ഭാര്യ വിട്ട് അവിടെ ഞാൻ വിശുദ്ധരാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുത്തന്റെ വിശുദ്ധി അളക്കുന്ന അവന്റെ പ്രസംഗം കേട്ടോ, അവന്റെ പ്രാർത്ഥനയുടെ നീളിച്ച കേട്ടോ, കൈയടിച്ചുള്ള ആരാധന കേട്ടോ, അന്യഭാഷ കേട്ടോ ഒന്നുമല്ല. ഹലോ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് വിശുദ്ധി ഇല്ലാതെ ചെയ്യാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? പാപം ചെയ്ത് പ്രസംഗിക്കുന്നവരുണ്ട്, പാപം ചെയ്ത് പുളിപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പാപം ചെയ്ത് ആരാധിക്കുന്നവരുണ്ട്, പാപം ചെയ്ത് പാസ്റ്റർമാരായിരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പുറമേ ഉള്ളതാ കാണുന്നത്, എന്നാൽ ഇന്ന് പകൽക്കാലം അകമേ അറിയുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സന്നിധിയിൽ ദൈവേഷ്ടം ചെയ്ത് വിശുദ്ധിക്കുമേൽ വിശുദ്ധി പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? കഷ്ടത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ സഹിഷ്ണുത പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തിരികെയാണ് കൊടുത്തി. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ലോകത്തിൽ ഒത്തിരി വിശുദ്ധന്മാരുണ്ടായിരുന്നെങ്കിലും ദൈവ തേജസ് പ്രകാശിച്ച 2 പേരേ ഉള്ളൂ. ആരൊക്കെയാന്ന് പറയാമോ? കണ്ടില്ല. സ്വതന്ത്രം. സ്റ്റേഫാനോസിന്റെ മുഖവും മോശയുടെ മുഖവും മാത്രമേ എന്ത് ചെയ്തുള്ളൂ? തേജസ് കൊണ്ട് പ്രകാശിച്ചുള്ളൂ. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. ബാക്കി ആരുടെ മുഖത്ത് എന്ത് ചെയ്തില്ല. പിന്നെ ഭൂമിയിൽ തേജസ് ഉണ്ടായത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ മുഖം മാത്രമല്ല, ശരീരം മൊത്തം എന്ത് ചെയ്തു? തേജസ്സായി മറുരൂപം അലയെ വെച്ച്. എന്നാൽ ആ മുഖം മാത്രം പ്രകാശിച്ച 2 പേര്, ഒന്ന് പുതിയ നിയമത്തിൽ സ്റ്റേഫാനോസും പഴയ നിയമത്തിൽ മോശയുമാണ്. അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ യോഗ്യത ഒന്ന് താഴ്മയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യതയുള്ളവൻ ഭൂതലത്തിലെങ്ങും. ശ്രദ്ധിച്ചേ. അപ്പൊ മോശയുടെ ത്വക്ക് പ്രകാശിക്കാൻ ഒരു കാരണം അവൻ എന്തുകൊണ്ടായിരുന്നു? സൗമ്യത. ദൈവത്തിന്റെ തേജസ് പ്രകാശിച്ച 2 തലമാ, താഴ്മയും സൗമ്യതയും. സ്വതന്ത്രം. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്. അതെന്തൊക്കെയാ? താഴ്മയും സൗമ്യതയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശ്വാസികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സൗമ്യതയില്ല, സ്വതന്ത്രം, താഴ്മയില്ല. എന്തോരം അഹങ്കാരമാണെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. നികളം അതിന്റെ അത്യുച്ച കോടി എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശ്വാസി മക്കൾ ജീവിക്കുന്നത്. ക്ഷമിക്കണേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തൊക്കെയോ ആയി പോയെന്നും നമ്മളെ കൊണ്ട് എന്തൊക്കെയോ കഴിയുമെന്നൊക്കെയുള്ള ചിന്ത ആ സംസാരത്തിലും ആ നോട്ടത്തിലും ആ കൈതരവിലും ആ പ്രൗഢിയിലും ഒക്കെ മനസ്സിലാവും. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള പാപം വ്യഭിചാരമല്ല. സ്തോത്രം. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള പാപം നികളം. സ്തോത്രം. വേദപുസ്തകം മുഴുവൻ ശാന്തമായി വായിച്ചാൽ നിഗളികളോടവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നികളം ഏതൊക്കെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം, അത് നെബൂഖദ്നേസറായാലും, അത് ഹേരോദാവായാലും, ഹല്ലേലൂയ, അത് ബെൽശസ്സറായാലും, നികളം എവിടൊക്കെ ഉണ്ടായോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം വെട്ടിയിട്ടുണ്ട്. സ്വർഗത്തിൽ ദൂതൻ നിഗളിച്ചു, തമ്പുരാൻ എന്ത് ചെയ്തു? നെബൂഖദ്നേസർ നിഗളിച്ചു, തമ്പുരാൻ എന്ത് ചെയ്തു? കാളയെ പോലെ. ബെൽശസ്സർ നിഗളിച്ചു, അവനെ ആ രാത്രി കൊല്ലപ്പെട്ടു. ഹേരോദാവ് നിഗളിച്ചു, കൃമിക്കിരയായി. വേദപുസ്തകം മുഴുവൻ പഠിച്ചാൽ ദൈവം വെറുക്കുന്ന ഒരു കാര്യം എന്താണ്? ഇന്ന് പകൽക്കാല ഹൃദയത്തിൽ അഹങ്കാരമോ നിഗളമോ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ഏറ്റുപറഞ്ഞു, താഴ്മ ധരിച്ചോ. ഹല്ലേലൂയ. എല്ലാ ദിവസവും കഴുകൽ പ്രാപിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കഴുകാൻ
നോക്കാനുള്ള ഒരു എണ്ണമുണ്ടെങ്കിൽ ഈ വചനമാകുന്ന കണ്ണാടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ വിശുദ്ധി നിശ്ചയിക്കുന്നത് മറ്റൊരാളല്ല, വചനമാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിലേക്ക് നോക്കി രാവും പകലും നീ വായിച്ച് ധ്യാനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തിയിട്ട് ദൈവത്തോട് അനുദപിച്ച് നിലവിളിക്കുമ്പോൾ നമ്മുടെ ദൈവം മനസ്സലിവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ മഹാകരുണയുള്ളവനും ദീർഘക്ഷമയുള്ളവനുമാണ്. അവൻ ഇറങ്ങി വന്ന് നമ്മളെ കഴുകി വിടുവിപ്പാൻ ശക്തനായവനാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കുക, ദൈവേഷ്ടം ചെയ്ത് എന്ത് പ്രാപിക്കണം? വാഗ്ദത്തം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളോടെല്ലാം എന്തുണ്ട്? ദൈവിക വാഗ്ദത്തം. വാഗ്ദത്തം തരാതെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. എല്ലാവരുടെയും വിളിയുടെ പിൻപിൽ എന്തുണ്ട്? ഒരു ദൈവിക വാഗ്ദത്തം. സ്തോത്രം. ഓരോ ദിവസവും നീ ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരുന്ന് പോരാടി പ്രാർത്ഥിക്കണം. അപ്പോസ്തലർ 26-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുണ്ട്: നമ്മുടെ പിതാക്കന്മാർ രാപകൽ ശ്രദ്ധയോടെ ആരാധിച്ച് വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഒന്ന് വായിച്ചേ. ആ പേരൊക്കെ ഒന്നും അറിയുന്നല്ലേ? 26-6. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, എപ്പോഴൊക്കെ ആരാധിച്ചേ? രാപകൽ. എങ്ങനെ ആരാധിച്ചു? പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന CB മാത്യു സാർ ആരാധിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചെന്നല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോൻ ആരാധിച്ചു ഞാൻ ശ്രദ്ധിച്ചെന്നല്ല. എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ വാഗ്ദത്തത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ വാഗ്ദത്തത്തെ ശ്രദ്ധിച്ചുകൊണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാന്നുള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് വാഗ്ദത്തം പ്രാപിപ്പാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാധന എന്തോ വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധ മാറ്റാൻ പലതും സംഭവിക്കും. ടെലിഫോൺ ബെല്ലടിക്കാം, സൈലന്റ് ഇട്ട ഫോൺ വൈബ്രേഷൻ കേൾപ്പിക്കാം, വാതിൽക്ക് വന്ന പോസ്റ്റ്മാൻ എന്ത് ചെയ്യാം? വിളിക്കാം, പിള്ളേരുടെ കൂടെ എന്ത് ചെയ്യാം? ഓടാം. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ നടന്നോട്ട് നിന്റെ ശ്രദ്ധ എന്ത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. നീ ഒരു വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കിയാൽ, മറ്റൊരു കാര്യങ്ങളും നിന്റെ ശ്രദ്ധയെ മാറ്റിയാൽ നിന്റെ മറുപടി മാറും. കാരണം ദൈവം നോക്കുന്നത് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവ തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കുന്നതിന് അവന്റെ കണ്ണ് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് എല്ലാവരും ദൈവം കാണണമെന്നില്ല. ശ്രദ്ധയോടെ ഇരിക്കുന്നവനെ ദൈവം കാണുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതിരിക്കുകയാണ്, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ തിരുന്നാ മതി. അല്ലാതെ വേറെ ജോലിയൊക്കെ ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അയ്യോ പോച്ച വെട്ടിയില്ലോ എന്ന് പറഞ്ഞ ഉടനെ മിഷന്റെ കാര്യം ഓർക്കാനോ, പ്രൈസ് ദി ലോർഡ്, പാസ് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ ചോറിന്റെ കാര്യം ഓർക്കാനോ ഒന്നും ഓർക്കാതെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ മതി. അല്ലാതെ എന്ത് ചെയ്യരുത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് ശ്രദ്ധയോടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ആരാധിക്കുന്ന എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ ആരാധിക്കണം. വിശ്വസിക്കുകയാണെങ്കിലും വിശ്വസിച്ച കാര്യത്തിൽ നീ ശ്രദ്ധയോടെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അലസന്മാരെ കർത്താവിന് വേണ്ട. നീ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഏറ്റ കാര്യം ഉത്സാഹത്തോടെ ചെയ്യണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രാവിലെ യോഗത്തിന് പോകണമെങ്കിൽ ആ കാര്യം എന്തുകൊണ്ടായിരിക്കണം? ഉത്സാഹം. ശുശ്രൂഷ ഏറ്റെങ്കിൽ ചെയ്യാൻ എന്തുകൊണ്ടായിരിക്കണം? ഉത്സാഹം. ജോലിക്ക് പോകണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. ആർക്കാണ്ട് വേണ്ടി എന്ത് ചെയ്യരുത്? ഒന്നും ചെയ്യരുത്. ചെയ്യുന്നെങ്കിൽ എല്ലാം കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ ചെയ്യാൻ തയ്യാറാകും.
നീ ഉത്സാഹത്തോടെ നിന്നാൽ കർത്താവ് നിനക്ക് വേണ്ടി ആരായിരിക്കും? പറഞ്ഞേ, ഉത്സാഹമുള്ളതായിരിക്കും. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ശ്രദ്ധയോടെ ആരാധിച്ച് എന്തു പ്രാപിക്കണം? വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കണം. അങ്ങനെ എഴുതിയേക്കല്ലേ, പിതാക്കന്മാർ എന്ത് ചെയ്തു? വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കൈ കുത്തുന്നതിനെക്കാട്ടില് ഒന്നുകൂടെ ഒന്ന് എത്തി കുത്താൻ എന്ത് ചെയ്യാം? അപ്പൊ അത്രയും അടുത്ത് തന്നെ ഉണ്ട് വാഗ്ദത്തം ഉണ്ട്. വാഗ്ദത്തം അങ്ങ് 2017 ഇരിക്കല്ല. നീ ഒന്ന് ഉത്സാഹിച്ച് ശ്രദ്ധിച്ച് എത്തി കുത്താമൽ എന്ത് ചെയ്യാം? വാഗ്ദത്തം പ്രാപിക്കൊണ്ടിരുന്നേക്കാം. നിന്റെ കൈ എത്തുന്നതിനേക്കാൾ ഒരല്പം കൂടെ അകലത്തിൽ മറുപടി ഇരിപ്പുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ച് ആരാധിച്ച് ഒന്ന് എത്തിപ്പിടിക്കാൻ തയ്യാറാകുമെങ്കിൽ നീ എഴുന്നേക്കുന്നത് കയ്യിൽ മറുപടിയുമായിട്ടാണ്. നാളുകളായി മുടങ്ങി കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ കയ്യിൽ പ്രാപിച്ചോണ്ടിരുന്നേക്കാൻ കഴിയും. ഈ പകരത്തെ യോഗത്തിൽ എന്റെ വാഗ്ദത്തം ലഭിക്കുമെന്ന് വിശ്വാസമുള്ളവർ ദൈവത്തെ ശത്രു തടഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് ശ്രദ്ധയോടെ ആരാധിക്കുമ്പോൾ എന്റെ കയ്യിൽ തരുമല്ല. അപ്പൊ ദൈവേഷ്ടം ചെയ്ത് എന്ത് പ്രാപിക്കണം? വാഗ്ദത്തം പ്രാപിക്കണം. ഹല്ലേലൂയ. ശിമയോൻ ആലയത്തിൽ എന്ത് ചെയ്തു? കാത്തിരുന്നു. എന്തിനു വേണ്ടി? ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം, നീ മരിക്കും മുമ്പേ കർത്താവിന്റെ ക്രിസ്തുവിനെ കണ്ടല്ലാതെ മരിക്കത്തില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കാൻ ആലയം വിട്ടുപിരിയാതെ ആരിരുന്നു? ശിമയോനിരുന്നു. കൂട്ടായ്മയ്ക്ക് കൈത്താക്കൾ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. പാട്ട് പാടി ബലപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ദൂത് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? സ്തോത്രം. ആരും വേണ്ടെന്നേ. കാതിനകത്ത് എന്തോ ഉണ്ട്? വാഗ്ദത്തമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. വർഷങ്ങൾ നീണ്ടു, ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ നീണ്ടു. വർഷങ്ങൾ നീണ്ടെങ്കിലും വാഗ്ദത്തത്തിന് വേണ്ടി ശിമയോൻ അവരോടെ കാത്തിരുന്നു. ഒരു ദിവസം അവൻ കണ്ണുകൾ നോക്കുമ്പോൾ അവന്റെ കണ്ണിന് പോലും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തേജോമയനായ കർത്താവിനെ പിടിച്ചുകൊണ്ട് മറിയയും ജോസഫും ദൂരെ നിന്ന് വരികയാ. ഹല്ലേലൂയ. അവന്റെ കാൽപാദങ്ങൾ തുള്ളാൻ തുടങ്ങി. അവൻ ചാടി എഴുന്നേക്കാൻ തുടങ്ങി. താൻ വർഷങ്ങൾ കാത്തിരുന്ന വാഗ്ദത്തം മറ്റൊരാൾ കൈകൊണ്ടെടുക്കും മുമ്പേ ശിമയോൻ പ്രായം മറന്ന് ആലയത്തിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് മറിയയുടെ കയ്യിൽ നിന്ന് യേശുവിനെ മേടിച്ച് കൈമാറോട് ചേർത്ത് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് 2 കവളി ചുംബിച്ചു പറഞ്ഞു, ഇപ്പോൾ നാഥാ ഇനിയും അടിയനെ സമാധാനത്തോടെ എന്റെ കാത്തിരിപ്പിന്റെ പൂർണ്ണത, എന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ അത് മറ്റൊരുത്തന്റെ കയ്യിലല്ല, എന്റെ കയ്യിൽ ആ വാഗ്ദത്തം പ്രാപിപ്പാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ദൈവത്തിന്റെ പൈതലേ, വർഷങ്ങൾ കഴിഞ്ഞാലും നിന്റെ വാഗ്ദത്തം മറ്റൊരാൾ അപകരിക്കാതെ നിന്റെ വാഗ്ദത്തം നീ തന്നെ പ്രാപിപ്പാൻ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നെങ്കിൽ Jesus, hallelujah. Praise the Lord. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് എന്താണ് ആവശ്യമാണ്? വാഗ്ദത്തം പ്രാപിപ്പാൻ എന്തോ വേണം? സഹിഷ്ണുത. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് സഹിഷ്ണുത ഉണ്ടായിരുന്നു, സാറായിക്ക് എന്തോ ഇല്ലായിരുന്നു? സഹിഷ്ണുത ഇല്ലായിരുന്നു. സഹോദരം, കുറെ കാലമൊക്കെ ഇങ്ങനെ കൂട്ടായ്മയും പ്രാർത്ഥനയൊക്കെ വെച്ചു. പക്ഷേ സഹിഷ്ണുത കിട്ടും. വർഷങ്ങൾ കുറച്ച് പോയില്ലേ? അപ്പൊ സഹിഷ്ണുത കേട്ടപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇപ്പം അത് നോക്കിയതൊരു കാര്യമില്ല. കുറെ നാളായാലും തുടങ്ങിയിട്ട് അപ്പോൾ നമുക്കൊരു പരിപാടി ചെയ്യാം. നമുക്ക് ഹാഹാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നീ അവളുടെ അടുത്ത് പോകും, അവളെ കുഞ്ഞിനെ പ്രസവിക്കട്ടെ. പ്രസവിക്കുമ്പോൾ എന്നെ മടിയിലോട്ട് പ്രസവിച്ചാൽ മതിയല്ലോ, നമ്മുടെ കുഞ്ഞാൻ്റെ എന്ത് ചെയ്തേക്കാം. നോക്കി അബ്രഹാം നോക്കിയപ്പോൾ പെൺബുദ്ധി പെരുവഴിയിലാകുന്നത് വേറെ കാര്യം. സ്തോത്രം. എങ്കിലും നല്ല ബുദ്ധി അതെന്ത് ചെയ്തു? അങ്ങനെ അവതരിപ്പിക്കുന്നത്. സ്തോത്രം. ഇന്നും പാരയാ. നാളെ എല്ലാരും പേടിച്ചിരിക്കുന്നത് അതിന്റെ സന്തതിയുടെ ബാക്കി വിഷയം കൊണ്ടാ. അതിലെല്ലാം വേണ്ടൊക്കെ. ഹലോ, ലോകത്തിലെ മുഴുവൻ ഭീകര പ്രവർത്തനം എടുത്തു ഈ ഇസ്മായിലി സന്തതിയാ. പ്രൈസ് ദി ലോർഡ്. അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണേ. എഡിറ്റ് ചെയ്യും. എനിക്ക് പേടിയില്ല, ഇനി എന്നോ പേടിക്കാനാ. സ്തോത്രം. കർത്താവ് ഇത്ര നടത്തിയില്ലേ? ശ്രദ്ധിച്ചേ.
ആർക്ക് സഹിഷ്ണുത ഇല്ലാതെ പോയി? സാറയ്ക്ക് സഹിഷ്ണുത ഇല്ലാതെ. ഒരുത്തൻ ജനിച്ചു വീട്ടിലിപ്പോ, അവന്റെ പേരെന്തുവാ? അർത്ഥം എന്തുവാ? പരിഹാസി. പറഞ്ഞേ, അവന്റെ പേരിന്റെ അർത്ഥം എന്തുവാ? സഹിഷ്ണുത ഇല്ലാതെ പറഞ്ഞ ഉണ്ടായാൽ അതിന്റെ അർത്ഥം എന്തുവാ? പരിഹാസി. ഇപ്പൊ അമ്മാമ്മ യോധന പോയിട്ട് വന്ന ഉടനെ ഈ ചെറുക്കൻ പറയാ, ആ തുള്ളാൻ പോയേക്കുമായിരുന്നു. സ്വോത്രം. എന്നിട്ട് അപ്പുറത്ത് കയറുന്നുണ്ട്, അവനിപ്പോ അന്യഭാഷ പറയാവാ വേറെ. സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉണ്ടായ കൊച്ചു തന്നെ ഇവർക്ക് എന്തായിട്ട് മാറിയേക്കുവാ? പാരയായിട്ട്. മനസ്സിലായില്ലേ? പരിഹാസിയ. എന്നോ ചെയ്താൽ കളിയാ, കൈ അടിച്ചാ കളിയാ, മുട്ട ഇരുന്നാ കളിയാ, പ്രാർത്ഥിച്ചാ കളിയാ. പ്രൈസലോ, പ്രൈസലോ. ഇപ്പൊ ഇതിന്റെ എല്ലാം ജാബ്ലോ കാണിക്കുക. അപ്പുറത്തെ വീട്ടിലൊരു പരിഹാസി ഇപ്പൊ എന്ത് ചെയ്തേക്കുന്നത്? സഹിഷ്ണുതയില്ലാതെ നീ ഒന്നും പ്രാപിക്കില്ല. നീ വെയിറ്റ് ചെയ്യാൻ. സമയത്തിന് മുമ്പ് എന്ത് ചെയ്യരുത്? ഒന്നും പ്രാപിക്കരുത്. സമയത്ത് പ്രാപിച്ചാൽ നീ ആ സമയം വരെ വെയിറ്റ് ചെയ്യും. സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്തിന് നീ അവരോടെ കാത്തിരി. കർത്താവേ, ഹല്ലേലൂയ, എന്റെ സമയത്ത് ലഭിക്കേണ്ട വാഗ്ദത്തം മാറിപ്പോകാതെ അതെന്റെ കൈ തരുവാനായി ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ സമയത്ത് ദൈവം നിന്റെ വാഗ്ദത്തം തരും. സമയത്തിന് മുമ്പേ നീ കുറുക്കു വഴി തേടി എന്തെങ്കിലും പ്രാപിക്കാൻ പോയാൽ അതെല്ലാം നിങ്ങൾക്ക് പരാജയമായി. അപ്പോൾ അതിന് സഹിഷ്ണുത വളരെ ആവശ്യമാണ്. ഒരു പക്ഷെങ്കിൽ വർഷങ്ങൾ നീണ്ടേക്കാം മറുപടി കിട്ടാൻ, ഒരു പക്ഷെങ്കിൽ പെട്ടെന്ന് കിട്ടിയേക്കാം. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിനുവേണ്ടി നീ ആവലോടെ, പരമാർത്ഥതയോടെ, വിശുദ്ധിയോടെ കാത്തിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. എന്റെ നീതിമാൻ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനോട് എന്തില്ല? പ്രസാദമില്ല. അപ്പൊ ഒരു പിന്മാറ്റി പോകുന്ന ഒരാളിനെ കർത്താവിന് എന്തില്ല? എന്താ പിന്മാറ്റം എന്ന് പറഞ്ഞ? മുന്നേറ്റം ഇല്ലാത്തതല്ല. എന്താ? അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്മാറ്റക്കാരല്ലാത്തോണ്ടല്ലോ സ്വതന്ത്രം പറഞ്ഞു. കാരണം വിഷയം പോയത് കണ്ടോ? നമ്മുടെ അടുത്ത് പിന്മാറ്റക്കാരെന്ന് പറഞ്ഞാൽ വേറെ ചിന്തയല്ലേ. നമ്മളീ പറഞ്ഞു ആരാണ്? അവിടെ ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഇല്ലെങ്കിൽ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ആണ്, എന്നും ഇല്ല. മുന്നേറ്റം ഇല്ല. മുന്നേറ്റം ഇല്ലാത്തതല്ല എന്നാ? പിന്മാറ്റം. ഇന്ന് പകൽ ചികിത്സിച്ച് സൗഖ്യമാണ്. പ്രൈസലോ, പ്രൈസലോ. ആ വിളിച്ചു വേർതിരിച്ച ലെവലിൽ നിൽക്കുകയല്ലേ. ഒരു സ്റ്റെപ്പേര് മാറിയിട്ടുണ്ടോ? അന്നത്തെ പാട്ടും അന്നത്തെ കൈയടി, അന്നത്തെ പ്രാർത്ഥനയും അന്നത്തെ രണ്ടന്യ ഭാഷയും ഒക്കെ എല്ലാം ഉള്ളോ? പ്രൈസലോ. ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ ഭയങ്കര പിന്മാറ്റത്തില്ല. ഇന്ന് പകൽ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നറിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. പ്രൈസലോ. ഞാൻ 1000 മുഴം നടന്നാലേ എന്റെ നരിയാണിയോളം വെള്ളത്തിന്റെ അളവ് ദൈവം ചെയ്യത്തുള്ളൂ, മാറ്റത്തുള്ളൂ. 1000 മുഴം അളന്നു. അളന്നപ്പോ വെള്ളം എത്രയായി? നരിയാണിയോളം. സ്വതന്ത്രം. അത്ര ഞാൻ നടന്നപ്പോ ദൈവത്തിന് മനസ്സിലായി ഇവനെ അളന്നു കൊടുത്താൽ നടക്കുന്നവനാ. അപ്പൊ തമ്പുരാൻ രണ്ടാമത്തെ എന്ത് ചെയ്തു? ഇന്ന് വരെ രണ്ടാമത്തെ അളവ് കിട്ടിയിട്ടുണ്ടോ? പാടും മുട്ടോളമല്ല അരയോളം പോരെന്ന് പറഞ്ഞു. ഇട്ടേക്കുന്ന വസ്ത്രത്തിന്റെ അളവൊക്കെ പറയുന്ന മുട്ടോളമല്ല അരയോളം പോലെ. അപ്പൊ പാടില്ല മുട്ടോളമായി, ഷട്ടറിൽ അതിന് മേളിലുമായി. അപ്പൊ അതിനെ ഉദ്ദേശിച്ച ക്ഷമിക്കണേ, അഭിഷേകത്തെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊക്കെ ഇട്ട് പാടിയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ 1000 വളർന്നപ്പോ എത്രയായി? മുട്ടോളമായി. അപ്പൊ നടപ്പിന് സ്പീഡ് ഇച്ചിരി കുറയും. ഈ നരിയാണിയുള്ള വെള്ളത്തിൽ നടക്കുന്ന സ്പീഡ് എന്ത് ചെയ്താണ്? മുട്ടാൻ നടക്കാൻ പറ്റില്ല. വെള്ളത്തിൽ കൂടെ പോകുന്നവർക്ക് അറിയത്തുള്ളൂ. അത്രയും കൂടെ നടന്നപ്പോൾ മൂന്നാമത്തെ അളവ് എന്ത് ചെയ്തു? അപ്പൊ ഇതിനെ പടിപടിയായിട്ട് അളക്കുന്നതാണ്. പ്രൈസലോ. മൂന്നാമത്തെ അളവളവ് എത്രയായി? അരയോളമായി. പ്രൈസലോ. അടുത്ത അളവ് വന്നപ്പോൾ തമ്പുരാമ്പിനൊരു ഒറ്റ കൊടുപ്പ. 3 ലെവല് നീ കയറിയാൽ, കഷ്ടതയിലൂടെ, ശോധനയിലൂടെ, സഹിഷ്ണുതയിലൂടെ നിന്നെ ദൈവം പടിപടിയായ സ്റ്റേജുകൾ കയറിയാൽ അടുത്ത അളവ് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത. ഞാൻ അവിടെ നടന്നു വരിക. ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ വരെ വരാനൊക്കത്തുള്ളൂ. ഇവിടെ എന്നെ ഉണ്ട് തടസ്സമാണ്. ഞാൻ ഇവിടെ നിന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ യേശുവിന്റെ നാമം തടസ്സം മാറട്ടെ, കെട്ടഴിയട്ടെ, പോരഴിയട്ടെ, സാഹസിക്കുന്നു, പസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതോടെ ഇരിക്കത്തേ ഉള്ളൂ. പോമോ? ശ്രദ്ധിച്ചേ, പോമറ്റ. അപ്പൊ ഞാൻ ഇവിടെ പ്രവാചനെ വിളിച്ചോണ്ട് നാട്ടിൽ തുപ്പിയാൽ ഈ സാധനം എന്ത് ചെയ്തില്ല.
പ്രൈസലോ. പക്ഷെ ഞാനൊന്ന് പ്രാർത്ഥിച്ച് വിവേചിച്ചപ്പോൾ ചെറുമണ്ണിൽ കയറിക്കോട്ടെ. സ്തോത്രം സ്തോത്രം. ഞാൻ ചാടി ഇവിടെ കയറിയപ്പോൾ ഇന്നലെ വരെ നിൽക്കുക അവിടെ വരെയുള്ളവർക്ക് എന്നെ കാണത്തുള്ളായിരുന്നു. ഇപ്പൊ അങ്ങ് നിൽക്കുന്നവർക്ക് എന്നെ എന്ത് ചെയ്യാം? അപ്പൊ ഈ തടസ്സം എന്നെ സ്റ്റേജ് വലുതാക്കാൻ ചെയ്തതാണ്. ഹലോ, എന്റെ ശുശ്രൂഷയുടെ ലെവൽ ഉയർത്താൻ വന്ന സ്റ്റേജാ. ഞാൻ വിശ്വാസ ചാടി മേളിൽ കയറിയപ്പോ എന്റെ സ്റ്റേജ് വലുതായി. പക്ഷെ കയറി കുറച്ച് ഇവിടെ അടുത്ത സ്റ്റേജ് നിൽക്കുക. ഹലോ, അപ്പൊ ഞാൻ പിന്നെ രക്തജയവും ഗ്ലോറിയും വിക്ടറിയും വെച്ച് ആട്ടിക്കൊണ്ടിരുന്ന കാര്യം നടക്കും. ഞാൻ ചാടി ഇവിടെ കയറിയപ്പോ എന്റെ സ്റ്റേജ് പിന്നെ എന്തായി? അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്നെ വിശ്വക്കാർക്ക് കാണായിരുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ കയറിയപ്പോ കേരളക്കാർക്ക് കാണായിരുന്നു, മൂന്നാമത്തെ സ്റ്റേജിൽ കയറിയപ്പോ അമേരിക്കക്കാർക്കും എന്നെ കാണാം. മനസ്സിലാകുന്നുണ്ടോ? ചേർന്ന് കരമടിച്ച് അപ്പൊ ശുശ്രൂഷയുടെ മുന്നേറ്റത്തിൽ വരുന്ന തടസ്സം, ആരാധനയിൽ വരുന്ന തടസ്സം നിന്നെ അവിടെ ഒതുക്കാനല്ല, അടുത്തൊരു ലെവലിലേക്ക് ഉയർത്താന്. അങ്ങനെയാണ് കഷ്ടം സ്വത്രം പറഞ്ഞ് സ്വത്രം പറഞ്ഞ് നിന്നെ ഒതുക്കാനല്ല, ഗുണപ്പിറപ്പേ നിന്റെ ലെവലൊന്ന് ഉയർത്താനാ, നിന്റെ അഭിഷേകം ഒന്ന് ഉയർത്താനാ, നിന്റെ അധികാരം ഒന്ന് ഉയർത്താനാ, നിന്റെ ശുശ്രൂഷ ഒന്ന് ഉയർത്താനാ. നീ പ്രാപിക്കാൻ തയ്യാറാണോ? സ്വർഗത്തെ പിശാചിന്റെ ആഗ്രഹം നീ എന്നും ഈ താണ ലെവലിൽ നിൽക്കാനാ. ഒരുണങ്ങിയ സാക്ഷ്യം പറഞ്ഞ കർത്താവ് യുവമക്കളെ കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് വല്ലവരും നല്ലവനായിരുന്നു. നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചോണ്ട് വീണില്ല. അടുത്ത ആഴ്ച വീഴാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോണം. എന്നാൽ ഇവനെ ഒത കൊടുത്ത് നിർത്തിയേക്ക. വിശ്വാസം എല്ലാം കൂടെ എല്ലാവരും പ്രാർത്ഥിച്ച ആളും ചെയ്യും. ഹലോ, എല്ലാവരും താങ്ങില്ല. നീ ഇങ്ങനെ ഒത കൊടുത്ത് വിശ്വാസിയാണ് നിൽക്കാതെ സ്വന്തം കാലം നിൽക്കാതെ കൃപ പ്രാപിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതിന് സഹിഷ്ണുത നിനക്ക് ആവശ്യമാണ്. ധൈര്യം തള്ളിക്കളയരുത്. പിശാച് കൊണ്ട് മുഴുവൻ പരിപാടിയും അധൈര്യപ്പെടുത്തുന്നതാണ്, മനസ്സിന് ഭീതി വരുത്തുന്നതാ, ഭയമുളവാക്കുന്നതാ. ഭയം വരുമ്പോ നീ പറയണം ഭയപ്പെടണ്ട എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് നീ ഓർക്കണം. ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ, ഓ കാലം ദൈവമൈതലേ, നിന്റെ കഷ്ടതയുടെ പുറകിൽ, നിന്ദയുടെ പുറകിൽ, അപമാനത്തിന്റെ പുറകിൽ, പോരാട്ടത്തിന്റെ പുറകിൽ ഒക്കെ ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്. അത് ഏറ്റെടുത്ത് സ്റ്റെപ്പുകൾ കയറി നീ ആരാധനയിൽ, ശുശ്രൂഷയിൽ വിശ്വാസം മുൻപോട്ട് പോകുമെങ്കിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ചേർന്ന് കർത്താവ് സ്തുതിച്ചേ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണും കാലമേറെ ആസന്നമേ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറെ ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ.
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യൂദയുടെ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ച് ഞാൻ യൂദ അവസാനിപ്പിക്കാം. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി. വിശ്വാസം എന്നുള്ളത് ആഴ്ചയിൽ ഏൽപ്പിക്കുന്ന കാര്യമല്ല. വിശ്വാസം വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയരെ, നിങ്ങൾക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി വായിച്ച വാക്യം, പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചു. വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചേ. പ്രൈസലോ. നമുക്ക് പോരാട്ടമുള്ള എന്നതിനോടാ. വിശ്വാസികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്കാണ് എന്ത്? അത് പറഞ്ഞാലേ നമ്മുടെ അമ്പത് ഓർഡർ വരത്തുള്ളൂ. അതുകൊണ്ട് വരുന്നവരും ബുദ്ധിയോടെ എന്താ പറഞ്ഞു തുടങ്ങുന്നേ? പോരാട്ടം ഉണ്ടെന്ന്. കാരണം ആ വരുന്നവർക്കറിയാം ഇത് പറഞ്ഞാലേ ജനം എന്ത് ചെയ്യത്തുള്ളൂ. മെസ്സേജ് ഒന്നും പറഞ്ഞൊന്നും ആരും വിളിക്കത്തൊന്നുമില്ല. ഈ പോരാട്ടമുണ്ട്, ബന്ധനമുണ്ട് എന്നൊക്കെ പറയാൻ എന്ത് ചെയ്യും? റെസ്റ്റ് ഇല്ലാത്ത പ്രോഗ്രാം ഫോൺ ഓഫ് ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പോരാടേണ്ടത് വാസ്തവത്തിൽ ലഭിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടി എന്ത് ചെയ്യണം? പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. ആഴ്ച ഏൽപ്പിക്കുന്നതല്ല, ഒരിക്കലായി. അപ്പൊ എനിക്ക് ലഭിച്ച വിശ്വാസം ഞാൻ മരിക്കുന്ന അന്ന് വരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പോരാടി പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ച പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ വിശ്വാസം പറഞ്ഞേ, എന്റെ വിശ്വാസം ഞാൻ കാത്തു, എന്റെ ഓട്ടം ഞാൻ തികച്ചു. ഞാൻ നല്ല പോരാട്ടം. പൗലോസ് ഇതിനു വേണ്ടിയാ പോരാടിയെ? വിശ്വാസം നിലനിർത്താൻ വേണ്ടിയാണ്. ദൈവ മക്കളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ആ അതിവിശുദ്ധ വിശ്വാസം, അതിനു വേണ്ടി നീ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിന്റെ വിശ്വാസം ഒരിക്കലും ചോർന്നു പോകും. നിന്റെ സ്നേഹിതരോ ചാർച്ചക്കാരോ തലമുറയോ നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ പതറാത്തൊരു വിശ്വാസത്തിന് ഉടമയായിരിക്കണം. വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന കാര്യം പറഞ്ഞിട്ട് താഴോട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. എളുപ്പം വായിക്കാൻ കൊള്ളാവുന്ന ഒരു കൊച്ചു ലേഖനം, ഒടുവിലത്തെ ലേഖനമായത് യൂദയുടെ ലേഖനം. ഒറ്റ കൊടുത്ത യൂദ എഴുതിയല്ല, തെറ്റിദ്ധരിക്കരുത്. കർത്താവിന്റെ സഹോദരനായ യൂദ എഴുതിയ ലേഖന. അതുകൊണ്ട് വായിക്കണം. ചില അതാന്ന് ഞാൻ അത് വായിക്കത്തില്ല. അപ്പൊ ഇത് ആ യൂദ എഴുതിയല്ല, ആരെഴുതിയ? കർത്താവിന്റെ സഹോദരനായ യൂദ എഴുതിയിട്ട് ഈ വിശ്വാസം നിലനിൽക്കാൻ എന്തോ ചെയ്യണമെന്ന് താനിങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി എഴുതിയില്ല. 25 വാക്യമുള്ളെങ്കിലും 25 പുസ്തകത്തിന് പറ്റുന്ന കാര്യമാണ്. സോദരം, അതിനകത്ത് തകർന്ന വിശ്വാസം തകർന്നവരുടെ പേരിങ്ങനെ എഴുതി വരിക. പ്രൈസലോ. തുടക്കം മുതൽ എഴുതി ഓരോരുത്തർക്കും പറ്റിയ പരാജയവും അത് മൂലമുണ്ടായ ന്യായവിധിയും എല്ലാം ഓർപ്പിച്ചു വന്ന് 15-ാമത്തെ വാക്യത്തിൽ താൻ നിർത്തുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ തന്റെ ലേഖനത്തിനകത്തുണ്ട്. സ്തോത്രം. അത് പഴയ നിയമ വിശുദ്ധനായിരുന്ന ഹാനോക്ക് ഒരു പ്രവാചകനാണെന്നോട് ആര് തെളിയിച്ചേക്കുക? യൂദ തെളിയിച്ചേക്കുക. വേദപുസ്തകത്തിൽ ഹാനോക്ക് പ്രവാചകനായിരുന്നു തെളിയിക്കപ്പെടുന്ന ഏക വാക്യമാണേത്, ഈ വാക്യം. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് 300 വർഷം ജീവിച്ചിട്ട് ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് പറഞ്ഞ ഭക്തൻ ഒരു പ്രവാചകനായിരുന്നു എന്ന് തെളിയിക്കുന്ന ആരാണ്? യൂദയാണ്. നിങ്ങൾ ആ വാക്യം വായിച്ചേ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവൻ അപത്യോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ
പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 24-ാമത്തെ ഭാഗം കൂടെ വായിച്ചു. അവർ ഉറുപ്പുകാരും വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ. ശ്രദ്ധിച്ച വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി. ശ്രദ്ധിക്കണേ, പൗലോസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യം, വീഴാതെ സൂക്ഷിച്ചോണം. സ്തോത്രം. ഈ വീഴാതെ സൂക്ഷിക്കുക എന്ന് പറയാൻ കാരണം, ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ഉയരത്തിൽ പോയ ആളാണ്. ആരാണ്? പൗലോസ്. എവിടം വരെ പോയി? 3-ാം സ്വർഗം വരെ പോയി വിശ്വാസത്താൽ. അപ്പോ അവിടെ ചെന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്കുള്ള ചിന്ത പൗലോസിനുണ്ടായി കാണും. ഈ പണ്ടത്തെ ആരാധനയും ഒക്കെ ഒന്ന് കാണാനുള്ള, അല്ലേ, ദൂതന്മാർക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഭാഷ അവിടെ കേട്ടെന്ന്. അപ്പൊ ആ ഭാഷയൊക്കെ കേട്ടപ്പോൾ പണ്ട് അവിടെ ആരാധിച്ചവരെയൊക്കെ ആര് നോക്കിക്കാണും? പൗലോസ് നോക്കിക്കാണും. അപ്പൊ ചോദിച്ചാണ്, ദൈവമേ, പണ്ട് ഇവിടെ നിന്ന് ആരാധിച്ച 2 ചിറക് കൊണ്ട് കാല് മറച്ച്, 2 ചിറക് കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്നു നിന്ന് അവരൊക്കെ ഇപ്പൊ എവിടെയാ എന്ന് ന്യായമായിട്ട് ചോദിച്ചു കാണുമ്പോൾ കർത്താവ് പറഞ്ഞു, അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യമാണോ? എന്നാൽ താഴോടും നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ ഈ 2-ാം സ്വർഗം വിട്ട്, 1-ാം സ്വർഗം വിട്ട്, വായുമണ്ഡലം വിട്ട്, ഭൂമി വിട്ട് അങ്ങ് അധമ പാതാളത്തിൽ കിടക്കുന്ന കാര്യം ഇവിടെ കാണിച്ചു. സ്വതന്ത്രം. അപ്പോ പണ്ട് ഇവിടെ നിന്നതാ, സ്വർഗത്തിൽ നിന്ന, ഇപ്പൊ ഇവിടെ കിടക്കുക. അപ്പൊ അവനെ നോക്കിയിട്ട് കർത്താവ് പൗലോസ് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും കൃപയെ നിൽക്കുന്നു എന്ന് അങ്ങനെ തോന്നിയാൽ ഇവൻ വീണ പോലെ വീഴാതിരിക്കാൻ സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ ഇവിടുത്തെ ഭൂമിയിൽ പണിയപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക്, ചിക്കാഗോയിലെ വലിയ ബിൽഡിങ്ങിൻ്റെത്, ന്യൂയോർക്കിലെ വലിയ ബിൽഡിങ്ങിൻ്റെത്, അവിടെ UK വലിയ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക്, ഇപ്പം ദുബൈ പണിതേക്കുന്ന 2700 ചില്ലുവാൻ അടി വരെയുള്ള ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്കൊക്കെ കയറാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പം അതിൻ്റെ എല്ലാം മണ്ടയ്ക്ക് കയറിയിട്ട് താഴോട്ട് നോക്കാൻ നമുക്ക് കണ്ണാടിക്കകത്തൂടെ, ആ കണ്ണാടികളുടെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ എല്ലാം മണ്ടയ്ക്ക് കയറി താഴോട്ട് നോക്കുമ്പോൾ നമ്മളെല്ലാം കാര്യങ്ങൾ താഴത്തെ എല്ലാം ചെറുതായിട്ട് തോന്നും. മേളിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നും? താഴത്തെ എല്ലാം. ആ ഫ്ലൈറ്റിന്റെ സൈഡിൽ കൂടെ നോക്കിയാൽ, പകലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുമാതിരി ഉയരത്തിൽ താഴോട്ട് നോക്കിയാൽ ചിലപ്പോൾ അതിന് മേഘം മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ മേഘപാളിക്ക് താഴെ വരാമെങ്കിൽ നമുക്ക് താഴത്തെ ഈ വലിയ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ എന്ത് ചെയ്യാം, കാരണം കാറൊക്കെ ചില മൂട്ട പോകുന്നവരെന്ത് ചെയ്യും കാണാം. അപ്പം മുകളിലോട്ട് പോകും തോന്നും താഴത്തെ എല്ലാം എന്തായാലും തോന്നും. കുറച്ചുകൂടെ മേളിലോട്ട് പോകാൻ താഴത്തെ ഒന്നും കാണത്ത് പോലും ഇല്ല. നമ്മുടെ ഈ മേളിലോട്ട് പോകാത്തതുകൊണ്ട് താഴത്തെ എല്ലാം വലുതായിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പൊ ആത്മീയ മണ്ഡലത്തിൽ കുറേശ്ശെ മേളിലോട്ട് ഉയരാമേ താഴത്തെ എല്ലാം എന്തായിട്ട് തോന്നും, ചെറുതായിട്ട് തോന്നും. ഹലോ, പ്രാർത്ഥനയിലും ആരാധനയൊക്കെ ഓരോ ദിവസം ഇങ്ങനെ മേലോട്ട് പോകാമെങ്കിൽ താഴത്തെ എല്ലാം എന്തായിട്ട് തോന്നും. അങ്ങനെ താഴത്തെ നോക്കിയപ്പോൾ പൗലോസ് മനസ്സിലായി എല്ലാം ചപ്പും ചവറുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഉയരത്തിലെ എല്ലാം കണ്ട് താഴോട്ട് നോക്കിയപ്പോ താഴത്തെ എല്ലാം എന്തായിട്ട് തോന്നി, ചപ്പും ചവറും. അതുകൊണ്ടൊന്നും ഭാര്യ കരുത്തേ ഇട്ടില്ല, കാലിൽ വിട്ടില്ല, ഒന്നും ഇടാതെ പുള്ളി പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചപ്പൊന്നും ആര് നിമിത്തം? ക്രിസ്തു നിമിത്തം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട്. അപ്പൊ ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ട് ആത്മീക മണ്ഡലത്തിൽ അഭിഷേകത്തോടെ വചനത്തിൽ വിശ്വാസത്തിൽ പടിപടിയായിട്ട് ഉയരുന്ന ഒരാൾക്ക് താഴത്തെ ഒന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നു എന്ത് ചെയ്തോണം? വിരാധിക്കാൻ വളരെ സൂക്ഷിച്ചോണം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ എന്ത് ചെയ്തോണം? ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണിക്കോണം. ഹല്ലേലൂയ. തിന്മയോട് എന്ത് ചെയ്യരുത്? തോക്കരുത്. നന്മയാൽ എന്ത് ചെയ്തോണം? തിന്മയെ ജയിച്ചോണം. വിശ്വാസത്തിൽ ഓരോ ദിവസവും വളർന്നോണം. നിന്റെ വായിൽ വരുന്ന വാക്കെല്ലാം എന്തായിരിക്കും? വിശ്വാസത്തിന്റെ വാക്കായിരിക്കും. വിശ്വാസത്തിന്റെ വാക്കേ പറയാം. ഒരു സ്വതന്ത്രം പറഞ്ഞു. അവിശ്വാസമുള്ള ഒരു വാക്ക് ഒരു ദുഷ്ടഹൃദയം. പൗലോസിന്റെ പേരെന്തുവാണ്? സ്വതന്ത്രം പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ദുഷ്ടഹൃദയം എന്ന് പറഞ്ഞേ. അവിശ്വാസമുള്ള ഹൃദയം എന്തുവാ? ദുഷ്ടഹൃദയമാണ്. അപ്പോ നമ്മുടെ സഭയിൽ 30 വിശ്വാസമുണ്ട്. 27 പേര് അവിശ്വാസമാണ്. ആരോട് ആരാധിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങളാ പറയുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഒരു ചെറിയ ആയുസ്, ആ ചെറിയ ആയുസിൽ ആ കൊച്ചു ഹൃദയം നിറച്ചെന്തായിരിക്കണം? ഭയങ്കര വിശ്വാസമായിരിക്കണം. എന്റെ ദൈവം നടത്തും, എന്റെ ദൈവം പുലർത്തും, എന്റെ ദൈവം വിടുവിക്കും, എന്റെ ദൈവം വഴി തുറക്കും. അങ്ങനെ വിശ്വാസത്തിന്റെ വാക്കേ എപ്പോഴും എന്ത് ചെയ്യാവുള്ളൂ?
ഒരു അഭിഷക്തന്റെ ഒരു ദൈവപൈതന്റെ വായിന്ന് പുറത്തേക്ക് വരാവുള്ളൂ. നിരാശയുടെ, ദുഃഖത്തിന്റെ, ഭാരത്തിന്റെയും ക്ലേശത്തിന്റെ, അവിശ്വാസത്തിന്റെയും വാക്കുകൾ ആരുടെയും വായിന്ന് തീരുത്. വിശ്വാസ വീരന്മാരായി വളരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയാതെ വിശ്വാസ ജീവിപ്പാൻ വേണ്ടി നമുക്ക് ഏൽപ്പിക്കാൻ നമ്മുടെ കർത്താവ് വരാറായി. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് എന്തിനാ ഇതെല്ലാം പറഞ്ഞ് പൗലോസ് ഓർപ്പിക്കുന്നത്? കർത്താവ് വരും, അതിനുവേണ്ടിയാ. ശ്രദ്ധിച്ചേ, ഈ കാര്യം എല്ലാം പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. പിന്മാറുന്നുവെങ്കിലോ അവന്റെ ഉള്ളത്തിൽ നമ്മുടെ എന്തില്ല? ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം കർത്താവിന്റെ വരവായി. കർത്താവ് ഇവിടെ ഈ നമ്മളൊക്കെ ധാരണയുണ്ട്, വലിയ കൂട്ടമാ, വലിയ കൂട്ടം, അവിടെ പുള്ളിക്കാരന്റെ സഭ വലിയ ആളാ, അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോയാൽ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. അത് ശ്രദ്ധിച്ച്, ഈ കൂട്ടത്തിനകത്തൊന്നും കാര്യമില്ല. കർത്താവ് ഇപ്പൊ കൂട്ടത്തിനകത്തൊന്നും അല്ല നിൽക്കുന്നത്. പല സഭ ആൾക്കൂട്ടം ഇവിടെ അകത്ത് കർത്താവില്ല. കർത്താവ് ലവോദിക്ക സഭയോട് പറയുന്നത്, എപ്പസോസ് സഭയെ വെച്ച് കർത്താവ് നടുക്കായിരുന്നു. എവിടെ? സഭയുടെ നടുക്കായിരുന്നു. ലവോദിക്ക വന്നപ്പോ എവിടെ പോയി? സഭയ്ക്ക് വെളിയിൽ പോയി. പോയിട്ട് പറഞ്ഞു, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, സഭയെല്ലാം കൂടെ എന്റെ വാക്ക് കേൾക്കുന്നാണ് പറഞ്ഞു. അവനെന്താ പറഞ്ഞു? ആരെങ്കിലും എന്ന് പറഞ്ഞപ്പോ വ്യക്തികളോടുള്ള ഇടപെടലായിരുന്നു. പണ്ട് സമൂഹത്തോടായിരുന്നു, സഭയോടായിരുന്നു. ഇപ്പൊ സംഗതി എവിടായി? ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനും അവനും കൂടെ അങ്ങ് താഴെയിരിക്കും. എന്നിട്ട് ഒടുവിലേക്ക് വരുമ്പോൾ പറയാണ്, അതുകൊണ്ട് വിശുദ്ധന്മാരല്ല ഇനിയും വിശുദ്ധന്മാരാകട്ടെന്നാണ് പറഞ്ഞത്. അല്ല, വിശുദ്ധൻ. ശ്രദ്ധിച്ച, വ്യക്തിപരമായ വിഷയ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നാട്ടുകാരെ വിശുദ്ധീകരിക്കാൻ പോകട്ടെ. ഞാൻ ജോയി പാസ് അടിക്കാന്ന് പറഞ്ഞ് വെള്ളി കൊണ്ടാൻ പോകല്ലേ. ഞാൻ അങ്ങ് സ്വയം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധൻ ഇനിയും